ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ നോമ്പ് തുറയ്ക്ക് ഒരു ചേഞ്ച് ആയാലോ? അറേബ്യൻ സ്റ്റൈലിൽ ഇതാ ഒരു കിടിലൻ കബാബ്. കബാബുകൾ പല രുചികളിലുണ്ട്, എന്നാൽ ഈ വ്യത്യസ്ത രുചിയിൽ തയ്യാറാക്കി നോക്കൂ, തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ റെസിപ്പിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ഈ കബാബ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ 1/2 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകിയെടുക്കാം. ഇപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് 30 മിനിറ്റ് കുതിർക്കാൻ വെക്കാം. ഇനി കുതിർത്തതിന് ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞ് നനവ് ഒപ്പി മാറ്റാനും മറക്കരുത്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായി വേണ്ടത് 200 ഗ്രാം അളവിലുള്ള ബീഫാണ്. ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു മാസ്റ്റർ ഷെഫ് ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബീഫ് മുഴുവനായും ചേർക്കാം. ഇപ്പോൾ ബീഫ് മുഴുവനായും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് നന്നായി മിക്സ് ചെയ്യാം. അങ്ങനെ ബീഫ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നുറുക്ക് ഗോതമ്പ് കുതിർന്ന് നന്നായി നനവെല്ലാം ഒപ്പി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം. അതിനായി മാസ്റ്റർ ജാറിലേക്ക് തന്നെ നുറുക്ക് ഗോതമ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ സവാള കട്ട് ചെയ്തത്, ഉപ്പ് 1/2 ടീസ്പൂൺ, കുരുമുളക് ചതച്ചത് 1 ടീസ്പൂൺ ആണ്. ഈ ചേരുവകൾ എല്ലാം ചേർത്ത് നന്നായി ഒന്ന് ചതച്ചെടുക്കാം. അങ്ങനെ ഇത് ചതച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ശേഷം ഒരു സൈഡിലേക്ക് ഇത് മാറ്റി വെക്കാം. ഇനി അടുത്തതായി ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർക്കാം. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ പകരം സൺഫ്ലവർ ഓയിൽ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ചോപ്പ് ചെയ്ത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ചീരകവും ചേർത്തിളക്കാം. ഇപ്പോൾ സവോള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച ബീഫ് ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ബീഫ് ഒരു തവിട്ട് നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അടുത്തതായി വേണ്ടത് നേരത്തെ ചതച്ചെടുത്ത നുറുക്ക് ഗോതമ്പാണ്. ഇതൊന്ന് കുഴച്ചെടുക്കണം. അതിനായി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി യോജിപ്പിച്ചെടുത്ത് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ശേഷം ഉരുളകളാക്കി പരത്തി ഫില്ലിംഗ് നിറച്ച് കൊടുത്ത് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. പിന്നെ കയ്യിൽ അല്പം എണ്ണ തടവിയതിന് ശേഷം ഉരുട്ടിയെടുത്താൽ മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. പിന്നെ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് കബാബിൻ്റെ ഏത് മോഡൽ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അങ്ങനെ ഇത് ഉരുട്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിനുവേണ്ടി ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ പാകത്തിന് ഓയിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കബാബ് ഓരോന്നായി ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് കബാബ് 2 വശവും ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ള കബാബ് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യാം. അങ്ങനെ അറബിക് സ്റ്റൈലിലുള്ള ഫ്രൈഡ് കബാബ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് സോസിൻ്റെ കൂടെയോ മയോണൈസിൻ്റെ കൂടെയോ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു ദിവസം നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.